Hi friends, Assalamu alaikum. Welcome to my channel SS Flavors. ഇന്ന് നമുക്ക് ബിരിയാണി മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പട്ട 7 കഷ്ണം, ഏലക്ക 15 എണ്ണം, തക്കോലം ഒരു 3 എണ്ണം, കുരുമുളക് 1/2 ടേബിൾ സ്പൂൺ, ഗ്രാമ്പു 2 ടീസ്പൂൺ, ജാതിക്ക 1 എണ്ണം, ജാതിപത്രി 5 എണ്ണം, ഷാജീര 1/2 ടീസ്പൂൺ, ഇത് സാജീരകം എന്നും പറയും, പെരുംജീരകം 2 ടേബിൾ സ്പൂൺ. നമുക്ക് മൊത്തം 9 ഐറ്റംസ് ഉണ്ട്. ഇനി ഈ പട്ട കുറച്ച് ചെറുതായിട്ട് ഒടിച്ചെടുക്കണം. ഞാനിവിടെ 7 കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. ഈ പട്ടയുടെ പീസസ് വലുതും ചെറുതൊക്കെ ആയിരിക്കുമല്ലോ, അപ്പോൾ പട്ട കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, പൗഡറിന് നല്ലൊരു സ്മെല്ല് കിട്ടുമല്ലോ. ഇനി ജാതിക്കയുടെ കുരുവിൻ്റെ തോട് കളഞ്ഞിട്ട് ഇതൊന്ന് ജസ്റ്റ് പൊട്ടിച്ച് ചേർക്കണം. അതുപോലെ തന്നെ തക്കോലത്തിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഒരു കുരു ഉണ്ടാവും. ആ കുരു ഉണ്ടെങ്കിൽ അത് കളയണം. അത് വയറിന് അത്ര നല്ലതല്ല എന്നാണ് കേട്ടേക്കണത്. ഇനി നമ്മൾ ചട്ടി ചൂടാക്കിയിട്ട് ഇതിലേക്ക് ജീരകങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കണം. അതായത് പെരുംജീരകവും ഷാജീരകവും ചേർക്കണ്ട, ബാക്കിയുള്ളതൊക്കെ ചേർത്ത് വറുക്കുക. ഫ്ലെയിം മീഡിയം ടു സിമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഇത് ഏകദേശം ഒരു 4-5 മിനിറ്റ് നോക്കിയിട്ട് വറുക്കണം, കരിയരുത്. ലാസ്റ്റ് ജീരകങ്ങളും കൂടി ചേർത്തിട്ട് സിമ്മിൽ ഒരു 2 മിനിറ്റ് കൂടി വറുക്കാം. ജീരകമൊക്കെ നല്ല മൂത്ത മണം വരും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പരന്ന പാത്രത്തിൽ ആറാൻ വെക്കണം. ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ ഇത് പൊടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇത് സ്റ്റോർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ബിരിയാണി മസാല എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.